പഴയ കാലമല്ല, ഒറ്റ ദിവസം 10ലേറെ പരിപാടികളിൽ ആളുകൾക്ക് പങ്കെടുക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നുള്ളത്. അതായത് ആഘോഷ ചടങ്ങുകളിൽ, കല്യാണമാവാം, മറ്റു പാർട്ടികളാവാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പല പാർട്ടികളും നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരാറുണ്ട്, എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത ക്ഷണങ്ങളെക്കുറിച്ചും ഒഴിവാക്കിയാൽ കുഴപ്പമില്ലാത്ത ചില ക്ഷണങ്ങളെക്കുറിച്ചുമാണ്. ഒഴിവാക്കാൻ ഒരിക്കലും പാടില്ലാത്ത ചില ക്ഷണങ്ങളെക്കുറിച്ച് പറയട്ടെ. ഒന്ന്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് നമ്മുടെ വീട് കയറി വന്നിട്ട് നമ്മൾ ക്ഷണിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മെ ഏറ്റവും ബഹുമാനത്തോട് കൂടിയിട്ട് ഏറെ വില കൽപ്പിച്ചിട്ട് അവർ നമ്മുടെ വീട്ടിലേക്ക് എത്തുകയാണ്, കുടുംബസമേതം നമ്മെ ക്ഷണിക്കുകയാണ്. അത്തരക്കാരുടെ വീടുകളിലേക്ക്, അത്തരക്കാരുടെ ചടങ്ങിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ പോകുക തന്നെ വേണം, എന്ത് തിരക്കാണെങ്കിലും. രണ്ടാമതായിട്ട്, നമ്മെ തേടി പിടിച്ചിട്ട് നമ്മുടെ നമ്പറിലേക്ക് ഫോൺ ചെയ്തിട്ട് വിളിക്കുന്ന ആളുകളുണ്ട്. അവരെയും നമ്മളൊരിക്കലും പരിഗണിക്കാതിരിക്കരുത്. എന്ത് തിരക്കാണെങ്കിലും അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകണം. കാരണം അവരുടെ വലിയ തിരക്കിനിടയിൽ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ അവർ നമ്മെ ഓർക്കുകയാണ്. വിളിക്കുമെന്ന് മാത്രമല്ല, പിന്നെയും പിന്നെയും അവർ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. വാഹനത്തിലൂടെ ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ ആംഗ്യം കാണിച്ചിട്ട് അവർ പിന്നെയും ചടങ്ങിനെത്താൻ മറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത്തരക്കാരുടെ ക്ഷണത്തെ നമ്മളൊരിക്കലും വില കൽപ്പിക്കാതെ പോകരുത്. ഒരുപാട് ചടങ്ങുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭക്ഷണങ്ങളൊന്നും ആവശ്യമായിട്ട് വരില്ല. പല ചടങ്ങിൽ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. പക്ഷേ ആ വീട്ടിലേക്ക് എത്തുന്നതും അവിടെ പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കഴിക്കുന്നതും നമ്മൾ ജീവിതത്തിൽ മറക്കാതെ പിന്തുടരേണ്ട ഒരു കാര്യമാണ്. ഇനി അത്രയൊന്നും നിർബന്ധമില്ലാതെ, അല്ലെങ്കിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ചില ക്ഷണങ്ങളുണ്ട്. ഏതാണെന്നറിയോ? ഒന്ന്, എല്ലാവർക്കും വാട്സപ്പിലൂടെ കല്യാണ ലെറ്റർ അയക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമുക്കൊരു ലെറ്റർ അയക്കും. ചിലപ്പോൾ ബ്രോഡ്കാസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ വന്നാൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇടുന്നതായിരിക്കാം. അതിൽ വേണമെങ്കിൽ അവർക്കൊരു വോയിസ് ഇടാം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, തീർച്ചയായിട്ടും വരണമെന്ന് പറയാം. അങ്ങനെ ഒരു ക്ഷണം പോലും ഇല്ലാതെ വെറുതെ ഒരു മെസ്സേജ് അയക്കുന്ന മനുഷ്യരുണ്ടാവും. ആ കല്യാണത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിലേക്ക് നമ്മളെങ്ങനെ ഓടിക്കിതച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റൊന്ന്, ടൗണിലോ അങ്ങാടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചടങ്ങിലോ വെച്ച് കാണുമ്പോൾ ഒരുപാട് ആളുകളെ ക്ഷണിക്കുന്ന നേരത്ത് കൂടെ നമ്മയും ക്ഷണിക്കും. ഒരുപക്ഷെ അവനെ വിളിക്കുമ്പോൾ ഇവനെ വിളിക്കാതെ എങ്ങനെയെന്നുള്ള ചിന്തയിലായിരിക്കും നമുക്കും ഒരു കൈ തന്നിട്ട് നമ്മൾ ക്ഷണിക്കുന്നുള്ളത്. ആ കല്യാണത്തിലേക്കും ആ ആഘോഷത്തിലേക്കും നമ്മുടെ എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ സാന്നിധ്യം അവർക്ക് അത്രയൊന്നും നിർബന്ധമായിരിക്കില്ല.